ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സസ്യകലകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ലോകത്തിലെ എല്ലാ സസ്യങ്ങളും ജീവികളും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ. അതായത് ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, സമാനമായ കോശങ്ങൾ ചേർന്ന് ഒരു പ്രത്യേക തരം ധർമ്മം നിർവഹിക്കാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളതാണ് കലകൾ. കലകൾ രണ്ട് വിധമുണ്ട്, സസ്യകലകളും ജന്തുകലകളും. നമുക്ക് സസ്യകലകളെ കുറിച്ച് കൂടുതലായി നോക്കാം. സസ്യകലകൾ രണ്ട് വിധമുണ്ട്, മെരിസ്റ്റമിക കലകളും അതുപോലെ പെർമനന്റ് കലകൾ. പെർമനന്റ് കലകൾ എന്ന് വെച്ചാൽ സ്ഥിരമായ സസ്യകലകൾ. അതിൽ മെരിസ്റ്റമിക കലകൾ മൂന്ന് വിധമുണ്ട്: എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ അഗ്രമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം. സ്ഥിരമായ സസ്യകലകളെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, അതായത് ലഘുവായ സസ്യകലകളും അതുപോലെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സങ്കീർണമായ സ്ഥിരം സസ്യകലകളും. അതിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, അതായത് ലഘുവായ സസ്യകലകളെ വീണ്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതുപോലെ സങ്കീർണമായ സസ്യകലകളെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്: സൈലവും ഫ്ലോയവും. സൈലത്തിലുള്ള 4 കണ്ടന്റുകളാണ് ട്രക്കീഡ്, വെസൽ, സൈലം പാരൻകൈമ, സൈലം ഫൈബർ അഥവാ സൈലം നാരുകൾ. ഫ്ലോയത്തിലുള്ള 4 എലമെന്റ്സ് ആണ് സീവ് ട്യൂബ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽ, ഫ്ലോയം പാരൻകൈമ, അതുപോലെ ഫ്ലോയം ഫൈബർ അഥവാ ഫ്ലോയം നാരുകൾ. ഇനി നമുക്ക് മെരിസ്റ്റമിക കലകൾ എന്താണെന്ന് നോക്കാം. സസ്യത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന കലകളാണ് മെരിസ്റ്റമിക കലകൾ. നമുക്കറിയാം, ഇപ്പോ നമ്മൾ ചെറിയ ഒരു കുട്ടിയെയും ചെറിയ ഒരു ചെടിയെയും എടുത്തു നോക്കുകയാണെങ്കിൽ, ആ ഒരു ചെടി ഒരു വർഷം കൊണ്ട് എത്രത്തോളം വളരുമെന്നും ആ ഒരു കുട്ടി എത്രത്തോളം വളരുമെന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആ ചെടിയുടെ വളർച്ച ആ കുട്ടിയുടെ വളർച്ചയുടെ ഇരട്ടിയായിരിക്കും. കാരണം ആ കുട്ടിയേക്കാൾ ഒരുപാട് ഉയരത്തിൽ ആ ചെടി വളരും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കാം അതിന് കാരണമെന്ന്? സസ്യങ്ങളുടെ ഈ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന കലകളാണ് മെരിസ്റ്റമിക കലകൾ. അതായത് ഇവ സസ്യത്തിന്റെ നീളവും വ്യാസവും വർദ്ധിക്കാൻ സഹായമാകുന്നു. മെരിസ്റ്റമിക കലകൾ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം കലകളാണ് മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ മെരിസ്റ്റമിക കോശത്തിന്റെ കോശഭിത്തി വളരെ കനം കുറഞ്ഞവയാണ്. അതുപോലെ ഇവയുടെ കോശദ്രവ്യത്തിന്റെ അളവ് മറ്റു കോശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ്. അതുപോലെ ഇവയുടെ മർമ്മത്തിന്റെ വലിപ്പവും ഒരുപാട് വലുതാണ്. ഇത്രയും പ്രത്യേകതകളാണ് മെരിസ്റ്റമിക കോശത്തെ മറ്റു കോശങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ മെരിസ്റ്റമിക കോശങ്ങളുടെ സാന്നിധ്യമാണ് സസ്യങ്ങളുടെ ഈ ത്വരിത വളർച്ചയ്ക്ക് കാരണം. മെരിസ്റ്റമിക കോശത്തിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ മെരിസ്റ്റമിക കോശങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം: അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. ഇനി നമുക്ക് ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം വർദ്ധിക്കുവാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. അഗ്രമെരിസ്റ്റം എല്ലാ സസ്യങ്ങളിലും കാണാം. അടുത്തത് പർവാന്തര മെരിസ്റ്റം. കാണ്ഡത്തിന്റെ നീളം വർദ്ധിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഏകബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് പർവാന്തര മെരിസ്റ്റം. മൂന്നാമത്തെ മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. സസ്യങ്ങളുടെ വ്യാസം വർദ്ധിക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. പാർശ്വമെരിസ്റ്റം ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സസ്യങ്ങളിൽ സ്ഥിരമായി കാണപ്പെടുന്ന കോശങ്ങൾ. ഈ സസ്യങ്ങളിലെ സ്ഥിരമായി കാണപ്പെടുന്ന കോശങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: ലഘുവായ സ്ഥിരം കോശവും സങ്കീർണമായ സ്ഥിരം കോശവും. അതിൽ ലഘുവായ സ്ഥിരം കോശം അഥവാ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ 3 വിധമുണ്ട്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിൽ ആദ്യം നമുക്ക് പാരൻകൈമ എന്താണെന്ന് നോക്കാം. സസ്യങ്ങളുടെ വളരെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശമാണ് പാരൻകൈമ. ഇവ 2 വിധമുണ്ട്: ക്ലോറൻകൈമയും അതുപോലെ എയ്റൻകൈമയും. ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന പാരൻകൈമയാണ് നമ്മൾ ക്ലോറൻകൈമ എന്ന് പറയുന്നത്. അതുപോലെ വായുവറകൾ കാണുന്ന പാരൻകൈമയാണ് എയ്റൻകൈമ. നമുക്കറിയാം, നമ്മൾ സസ്യങ്ങളിൽ വളരുന്ന ആമ്പല്, താമര ഇവയുടെയൊക്കെ ഇലയും പൂവൊക്കെ ജലത്തിൽ പൊങ്ങിക്കിടക്കൂലേ? ഇതിന് കാരണമായ കോശമാണ് എയ്റൻകൈമ. അടുത്ത ലഘുവായ സസ്യകോശമാണ് കോളൻകൈമ. മൂലകളിൽ മാത്രം കട്ടി കൂടിയ ഒരു തരം കോശമാണ് കോളൻകൈമ. ഇവ സസ്യത്തിന് ബലവും വഴക്കവും നൽകുന്നു. നമുക്കറിയാം, സസ്യങ്ങൾ കാറ്റടിക്കുമ്പോൾ ഒടിയാതിരിക്കാനുള്ള കാരണം അവയിൽ കോളൻകൈമ ഉള്ളത് കൊണ്ടാണ്. ലഘുകോശങ്ങളിലെ മൂന്നാമത്തെ തരം കോശമാണ് സ്ക്ലീറൻകൈമ.
കോശഭിത്തിയുടെ എല്ലാ ഭാഗവും ഒരുപോലെ കട്ടികൂടിയ കോശമാണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമയുടെ കോശത്തിന്റെ കട്ടിക്ക് കാരണം ഇവയുടെ കോശഭിത്തിയിലെ ലിഗ്നിൻ എന്ന പദാർത്ഥമാണ്. സ്ക്ലീറൻ കൈമ സസ്യങ്ങൾക്ക് ബലവും കരുത്തും നൽകുന്നു. സ്ക്ലീറൻ കൈമ കോശങ്ങൾ രണ്ട് വിധമുണ്ട്, നാരുകളും സ്ക്ലീറൈഡുകളും. അടുത്തതായി നമുക്ക് സങ്കീർണ കലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സങ്കീർണ കലകൾ രണ്ട് വിധമുണ്ട്, സൈലവും ഫ്ലോയവും. ആദ്യമായി നമുക്ക് സൈലം എന്താണെന്ന് നോക്കാം. നമ്മൾ എല്ലാവരും ചെടി നനയ്ക്കുന്നവരാണല്ലോ. നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ ചെടിയുടെ ചോട്ടിലല്ലേ വെള്ളം ഒഴിക്കുക. ആ വെള്ളം അങ്ങനെ ചെടിയുടെ ഏറ്റവും മുകളിലെ അറ്റം വരെ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ് വെള്ളം മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വെള്ളത്തെ മുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കലയാണ് സൈലം. അതായത് വേര് ആഗിരണം ചെയ്യുന്ന ജലത്തെയും ലവണത്തെയും സസ്യത്തിന്റെ ഇലകളിലേക്കും അതുപോലെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിക്കുവാൻ സഹായിക്കുന്ന കലയാണ് സൈലം കലകൾ. സൈലം കല ഇവയ്ക്ക് കട്ടി കൂടിയ കോശഭിത്തികൾ ഉള്ളത് കാരണം ഇവ സസ്യത്തിന് താങ്ങും കരുത്തും നൽകുന്നു. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ടാണ് സൈലം കലകൾ രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഫിഗർ നോക്കാം. ഓരോ നീണ്ട കോശങ്ങളും കൂടിച്ചേർന്ന് ഒരു കുഴല് പോലെയാണ് സൈലം കലകൾ രൂപപ്പെട്ടിട്ടുള്ളത്. സൈലം കലയിൽ 4 വ്യത്യസ്ത തരം കോശങ്ങളുണ്ട്. ട്രക്കീഡ്, വെസൽ, സൈലം പാരൻകൈമ, അതുപോലെ സൈലം ഫൈബർ അഥവാ സൈലം നാരുകൾ. ഇതില് ട്രക്കീഡ്, സൈലം വെസൽ, സൈലം ഫൈബർ ഇവ മൂന്നും ജീവനില്ലാത്ത കോശമാണ്. സൈലം പാരൻകൈമ ജീവനുണ്ട്. അപ്പോൾ സൈലം വെസലിലുള്ള കോശങ്ങളിൽ ജീവനുള്ള ഒരേ ഒരു കോശമാണ് സൈലം പാരൻകൈമ. രണ്ടാമത്തെ സങ്കീർണ കലയാണ് ഫ്ലോയം. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ധർമ്മമാണ് ഫ്ലോയത്തിനുള്ളത്. ഫ്ലോയത്തിൽ 4 തരം കോശങ്ങളുണ്ട്. സീവ് നാളി, സഹകോശങ്ങൾ, ഫ്ലോയം പാരൻകൈമ, അതുപോലെ ഫ്ലോയം നാരുകൾ. ഇതില് സീവ് കോശങ്ങളും സഹകോശങ്ങളുമാണ് മെയിൻ ആയിട്ടും ഇലകളിൽ നിർമ്മിക്കുന്ന ഭക്ഷണം ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ഇതിൽ ഫ്ലോയം പാരൻകൈമ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചും സംഭരിച്ചും വെക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയുള്ളതാണ് ഫ്ലോയം നാരുകൾ. ഈ ഫ്ലോയം നാരുകളിൽ കാണപ്പെടുന്നത് കട്ടി കൂടിയ സ്ക്ലീറൻ കൈമ കോശങ്ങളാണ്. ഇവ ജൂട്ട്, ചണം, ഹെമ്പ് എന്നിവയിൽ കാണപ്പെടുന്നു. ഇന്ന് ഞാനിവിടെ പറഞ്ഞത് സസ്യകലകളെ കുറിച്ചാണ്. വ്യത്യസ്ത സസ്യകലകളായ മെരിസ്റ്റമിക് കലകൾ, പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലം, ഫ്ലോയം എന്നിവയുടെ എല്ലാം ആകൃതിയും ധർമ്മവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകളും ക്ലാസ്സുകളും വരുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്